കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയുണ്ടായി. ആ വോയിസ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഹലോ സാറേ, എൻ്റെ മോൾക്ക് ഇന്നലെ പെരുന്നാൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയി. പക്ഷേ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല നാളെയാണ് എക്സാം. അപ്പോൾ പെരുന്നാളും എക്സാമും എല്ലാം കൂടി വന്ന സ്ട്രെസ്സിലാണ് മോളും നമ്മളൊക്കെ ഉള്ളത്. വിഷയം ഇതാണ്, പെരുന്നാൾ വരാൻ പോവാണ്. നമ്മുടെ മക്കളൊക്കെ ഷോപ്പിങ്ങിന് തിരക്കിലായിരിക്കും. ഷോപ്പിങ്ങിന് പോയി എക്സാമിന് പഠിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയി വേണ്ട രൂപത്തിൽ നല്ല ഡ്രസ്സൊന്നും കിട്ടിയില്ല. ആ സങ്കടത്തിൽ പഠിക്കാനും മൂടില്ല. എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ് കുട്ടികൾ സ്വാഭാവികമായിട്ടും മറന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ എങ്ങനെ മക്കളെ ഗൈഡ് ചെയ്യണം? പെരുന്നാളും പരീക്ഷയും ഒരുമിച്ച് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്? എക്സാം സീസണിൽ എങ്ങനെ ആസ് എ പാരന്റ് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതികളൊക്കെ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ എക്സാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് അവരുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, കുട്ടികളായിരിക്കാം. എനിവേ, നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് രക്ഷിതാക്കളിലേക്കും അതുപോലെ തന്നെ കുട്ടികളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം. പെരുന്നാൾ വരാൻ പോകുന്നു, ഒരു ആഘോഷം വരാൻ പോകുന്നു. ഒരു മാസത്തെ നോമ്പ് കാലം കഴിഞ്ഞുകൊണ്ടാണ് പെരുന്നാൾ വരുന്നത്. നോമ്പ് കാലത്തെ പഠന രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡോക്ടർ ബാസിൽ സാറിന്റെ ഒരു വീഡിയോ നിങ്ങൾ ആൾറെഡി നമ്മുടെ ചാനലിൽ കണ്ടു കാണും. പെരുന്നാൾ വരാൻ പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും, കുട്ടികളെന്ന് മാത്രമല്ല എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് പെരുന്നാളിന്റെ സമയത്ത് തന്നെയാണ് സ്കൂളിൽ ആനുവൽ എക്സാംസ് നടക്കുന്നത്. പ്രത്യേകിച്ച് പബ്ലിക് എക്സാമുകളൊക്കെ നടക്കുന്നത് പെരുന്നാളിന്റെ ഇടയിൽ ആണുള്ളത്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് പഠനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടെ അതിന്റെ തലേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് മിസ്സായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ പെരുന്നാൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ അക്കാഡമിക് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് എക്സാമിനുള്ള പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് റൊട്ടീന് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു 5-6 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നാമത്തെ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റഡി റൊട്ടീൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, നമ്മുടെ ഒരു ടൈമിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. 2, നമ്മുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലീപ്പ് എന്നുള്ളത് നമുക്കറിയാം. 3, നമ്മുടെ ഫുഡാണ്. ആഘോഷ സമയങ്ങളിൽ നമ്മൾ എന്തായാലും നമ്മുടെ വീടുകളിലൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കും. ഫുഡ് ഒരുപക്ഷെ നമ്മൾ കൺട്രോളിലധികം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ പഠനത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു സംഗതി യാത്രകളാണ്. ഒരുപാട് ട്രിപ്പുകളൊക്കെ ആൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ടാകും. സോ ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം സീസണിൽ തൽക്കാലം ഈ ഒരു പെരുന്നാളിനുള്ള ട്രിപ്പ്, വിനോദയാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അത് വളരെ നന്നായിരിക്കും. അവസാനമായിട്ട് ഒരു പെരുന്നാൾ ദിനത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ അക്കാഡമിക് ഷെഡ്യൂൾ സെറ്റ് ചെയ്യേണ്ടത്, മീൻസ് നമ്മുടെ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതും. പെരുന്നാൾ ദിനത്തിൽ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് എപ്പോഴൊക്കെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഫസ്റ്റ് വൺ, നമ്മുടെ സ്റ്റഡി റൊട്ടീൻ. നമുക്കറിയാം പെരുന്നാൾ ദിനത്തിൽ എന്തായാലും പഠിക്കാനുള്ള സമയം പരിമിതമായിരിക്കും. സോ പെരുന്നാൾ ദിനത്തിലേക്കുള്ള പോർഷൻസ് ഒരു 20% കവർ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റി വെക്കുക. ബാക്കി 80%ഉം തലേ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരാഴ്ചയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞുള്ള എക്സാമിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പെരുന്നാൾ ദിനത്തിൽ കുറച്ചുകൂടെ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുക. അതായത് 80% ഓഫ് ദി പോർഷൻ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്യുക. അവസാന ഘട്ടത്തിലുള്ള പ്രിപ്പറേഷൻസും ഒരുക്കങ്ങളൊക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ മാറ്റി വെക്കുക. റിവിഷന് സമയം കൂടുതലായിട്ട് പെരുന്നാളിൻ്റെ ആ ദിവസം ഈവനിങ്ങിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നന്നാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ വിരുന്നുകാർ വരുന്ന സമയമായിരിക്കും. വിരുന്ന് വരുന്ന സമയത്ത് വിരുന്ന് വന്ന ആളുകൾ കൂടെ ഒരുമിച്ച് കളികൾ പ്ലാൻ ചെയ്തതിന് പകരം വിരുന്ന് വന്ന കുട്ടികൾ ഒരുപക്ഷെ പല സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളായിരിക്കാം. എല്ലാവർക്കും ഒരു പരീക്ഷ, ഒരു മോഡൽ ടെസ്റ്റ് പാരൻസ് സെറ്റ് ചെയ്യുന്നു. പരീക്ഷയിൽ നിശ്ചിത മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് അതിന്റെ വാല്യുവേഷൻ ഒക്കെ പാരൻസിന് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ പരസ്പരം ആൻസർ ഷീറ്റുകൾ കൈമാറിക്കൊണ്ട് അവർക്ക് തന്നെ അത് വാല്യൂ ചെയ്യാം. നിശ്ചിത മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ റിവാർഡൊക്കെ വേണമെങ്കിൽ പാരൻസിന് സമ്മാനമായിട്ട് കൊടുക്കാം. സോ അത് അവർക്കൊരു എൻജോയ്മെന്റ് ആണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ എക്സാമിനുള്ള ഒരു ആക്സിലറേഷൻ കൂടെ ആയിട്ട് ഇത്തരത്തിലുള്ള വിരുന്നുകൂടലുകളും അവർക്കുള്ള ഒരു മോഡൽ ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം. 2, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു സംഗതി. സ്വാഭാവികമായിട്ടും കമ്പൈൻ സ്റ്റഡികൾ ഒരു 70-80% വർക്ക് ആവാറില്ല. കുട്ടികൾ മാത്രം കൂടിയിരുന്ന് കണ്ട് പഠിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് പോവാമെങ്കിൽ കൂടെ അവിടെ പിന്നെ വർത്താനങ്ങളും തമാശകളും കളിച്ചിരികളൊക്കെ ആയിട്ട് സമയം അവിടെ പോവും. സമയം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആലോചിക്കുക, അയ്യോ എക്സാം ആയല്ലോ, ഒന്നും പഠിച്ചില്ലല്ലോ എന്നൊക്കെ.
സോ കമ്പൈൻ സ്റ്റഡികൾ, വിരുന്നുകാർ വരുന്ന സമയത്ത് ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ അവർ ഒരുമിച്ച് പഠിച്ചോളും. അവർ ഒരേ ക്ലാസ്സിലാണല്ലോ, ഒരേ പരീക്ഷയ്ക്ക് പഠിക്കാനാണല്ലോ, അവരത് അവിടെ പോയി ഒരുമിച്ച് പഠിച്ചോളും എന്ന് നമ്മൾ പറഞ്ഞു വിടാതെ പാരൻസിന്റെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ അവരെ മോണിറ്റർ ചെയ്യാൻ, അവർ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ അവരെ കൂടെ പഠിപ്പിക്കാൻ ഒരു മുതിർന്ന ഒരാളെ കൂടെ നമ്മൾ അസൈൻ ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട സംഗതി സോഷ്യൽ മീഡിയകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെലിബ്രേഷന്റെ ദിവസം, ആഘോഷങ്ങളുടെ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ആശംസകൾ അയക്കാനും, നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും, നമുക്ക് മെസ്സേജുകൾ അയക്കാനും, നമുക്ക് വിളിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. ആരെയും തീരെ വിളിക്കേണ്ടെന്നൊന്നുമല്ല, പകരം നമുക്കൊന്ന് ലിമിറ്റ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ തോണ്ടി നിൽക്കുന്ന സമയം ഒന്ന് കുറക്കണം. സ്ക്രോൾ ടൈമുകൾ കുറച്ച് അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പല പാരൻസും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ കുട്ടിക്ക് പഠിക്കാൻ കൃത്യമായിട്ടുള്ള ആംബിയൻസ് അവിടെ ഓക്കെ ആണോ, കുട്ടിയുടെ സ്റ്റഡി ടേബിള് അവിടെ ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ടോ, അതോ അവിടെയും ചെറിയ മക്കളൊക്കെ വന്നിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ, കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്പേസ് അവിടെ റെഡി ആണോ അല്ലയോ എന്നുള്ളത് പാരൻസ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട സംഗതി ഫുഡിങ് എന്നുള്ളത് തന്നെയാണ്. ഭക്ഷണം സ്വാഭാവികമായിട്ടും പെരുന്നാളിന് നല്ല അടിപൊളി ഭക്ഷണങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ അത് കൂടുതലായിട്ട് കഴിച്ച് പിന്നെ ഉറക്കത്തിലേക്ക് പോയി സമയം അവിടെ അവസാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുക, ബാക്കി പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ പഠനത്തിന് ശേഷം നല്ല റിവാർഡുകളൊക്കെ നമുക്ക് വേണ്ടി സമ്മാനിക്കാം. ഒരു 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ഐസ്ക്രീം തിന്നാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കാം എന്നുള്ള രൂപത്തിൽ ഒരു സെൽഫ് റിവാർഡിങ് സിസ്റ്റം നമുക്ക് തന്നെ ഉണ്ടാക്കാം. കുട്ടികളാണ് വീഡിയോ കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഒരു സെൽഫ് റിവാർഡിങ് സെറ്റ് ചെയ്യാം. ഞാനിതാ ഒരു 100 പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ബിരിയാണി കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാം എന്നുള്ള രൂപത്തിൽ ഒരു സെൽഫ് റിവാർഡിങ് മെക്കാനിസം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് ടേം ഗോളാണ്. ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്യാം എന്നുള്ള രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഉറക്കത്തിൻ്റെ കാര്യം. ഉറക്കം എന്നുള്ളത് രാത്രി കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലപ്പോഴും രാവിലെ ആഘോഷങ്ങളുടെ സമയത്തൊക്കെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് വൈകിട്ട് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. സോ അത് പിറ്റേ ദിവസം നമ്മുടെ എക്സാമിനെ കൃത്യമായിട്ട് നമുക്ക് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കും. എക്സാം ഹാളിൽ എത്താൻ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. എക്സാം ഹാളിൽ കൃത്യമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാനുള്ളതിൻ്റെ കാരണമായിട്ട് ഈ ഉറക്കം ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. എത്രയൊക്കെ പഠിച്ചു പോയിട്ടും കാര്യമില്ല, ഉറക്കം ശരിയായിട്ടില്ല എങ്കിൽ പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സോ ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. രാത്രി നേരത്തെ തന്നെ ഉറങ്ങുക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, രാവിലെ ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യരുത്, ആക്റ്റീവായിട്ട് വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നമ്മൾ ഓടിച്ചാടി നടക്കാതെ നമ്മുടെ പരീക്ഷ മുന്നിലുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. പകലും അമിത ഉറക്കം ഒഴിവാക്കുക. പകല് കുറേ ഉറങ്ങിയുള്ള പ്രശ്നം ഇതാണ്, ഒരു ആക്റ്റീവ്നെസ് നഷ്ടപ്പെടും, പഠിക്കാനുള്ള ഒരു ആക്റ്റീവ്നെസ് നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് അത് പിറ്റേന്നത്തെ എക്സാമിനെ നമുക്ക് ബാധിക്കും. മറ്റൊന്ന് യാത്രയുടെ കാര്യമാണ്. പാരൻസ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. മക്കളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മതി ഒരു ദീർഘദൂര യാത്ര എന്നുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നിശ്ചയിക്കുക. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ട്രിപ്പ് പോകുന്നില്ല, അല്ലെങ്കിൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ തന്നെ അടുത്ത് എളുപ്പത്തിൽ പോയി വരാൻ സാധിക്കുന്ന എവിടെയെങ്കിലും ട്രിപ്പ് പോവുക. ഉച്ചക്ക് വിരുന്നുകാരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരികെ വരിക. ഈ രൂപത്തിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ യാത്ര പോകൽ വളരെ അനിവാര്യമാണ്, യാത്ര പോകാൻ നടക്കില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ രൂപത്തിലുള്ള ഫ്ലാഷ് കാർഡുകളോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മുടെ ടാബിലൊക്കെ എന്തെങ്കിലും സ്റ്റഡി നോട്ടുകൾ, റിവിഷൻ നോട്ടുകൾ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട്സ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വായിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സ്ക്രീനിൽ നോക്കാനൊന്നും പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ ഈ ടിപ്പ് വളരെ ഉപകാരപ്രദമാവും. ആ യാത്രയുടെ സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു പെരുന്നാൾ ദിനം എങ്ങനെയായിരിക്കണം നമ്മുടെ റൊട്ടീൻ എന്നുള്ളത്. രാവിലെ നേരത്തെ സ്വാഭാവികമായിട്ട് എല്ലാവരും എണീക്കും. രാവിലെ കുറച്ച് അധികം നേരത്തെ എണീക്കുക. സുബഹിക്ക് മുന്നേ മേ ബി ഒരു 4 മണി സമയത്തൊക്കെ നമുക്ക് എണീക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെറിയ രൂപത്തിൽ ഒരു റിവിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു 1-2 ചാപ്റ്ററുകൾ നമുക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത്രയും പോർഷൻസ് കഴിഞ്ഞു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നമ്മൾ ആഘോഷ പരിപാടികളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയമായിരിക്കും. ആ സമയത്ത് പ്രത്യേകിച്ച് പഠിക്കണം എന്നൊന്നും റിക്വസ്റ്റ് ചെയ്യുന്നില്ല. എന്നാലും ചെറിയ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഓരോ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ ആഘോഷ പരിപാടികൾക്കിടയിൽ തന്നെ ഇത്തരം കോൺസെപ്റ്റുകൾ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇന്ന ഇക്വേഷൻസ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ പിറ്റേ ദിവസത്തെ എക്സാമിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ലല്ലോ. സോ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള സമയത്ത് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ, സ്റ്റഡീസിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. പോസിബിൾ ആകുന്ന ആളുകൾ ചെറിയ രൂപത്തിലൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് വിരുന്നുകാർ വരും. വിരുന്നുകാർ വരുന്ന സമയത്താണെങ്കിൽ ഉച്ച മുതൽ ഒരു വൈകിട്ട് വരെ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ എല്ലാവരും ഒന്ന് എൻഗേജ് ചെയ്യുന്ന രൂപത്തിൽ, അത് കുറച്ച് നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു പാരന്റിന്റെ അല്ലെങ്കിൽ ഒരു എൽഡർ ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ മോണിറ്ററിങ്ങിലൂടെ അവർ പഠിക്കുന്ന രൂപത്തിൽ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുന്നു, ഒരു സർക്കിൾ സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് മുതൽ രാത്രി വരെ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ആ റിവിഷൻ വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക. അത് ആ സമയത്ത് കൂടുതലായിട്ട് പഠിക്കാൻ നിൽക്കരുത്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ചത് എന്തൊക്കെയോ പഠിച്ചു എന്നല്ലാതെ പിറ്റേ ദിവസം എക്സാം ഹാളിൽ കൃത്യമായിട്ടൊന്നും എഴുതാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. സോ ആ സമയത്ത് വൈകിട്ട് മുതൽ രാത്രി വരെ നമ്മൾ കൃത്യമായിട്ട് റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആ റിവിഷനിൽ എന്തായിരിക്കണം, ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോർഷൻസ് ഇതൊക്കെയാണ്, റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് പോർഷൻസ് കുറച്ചധികം നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യുക. ആ പോർഷൻസ് ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. സോ ഇത്തരത്തിൽ നമ്മുടെ പെരുന്നാൾ ദിവസം കളർഫുൾ ആക്കുക. പഠനം മറന്നുകൊണ്ട്, പരീക്ഷ മറന്നുകൊണ്ടുള്ള ആഘോഷം നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള കാര്യം പാരൻസും അതുപോലെ തന്നെ കുട്ടികളും ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.